എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിശ്വജിത്ത് എസ്. കഴിഞ്ഞ IO റാങ്ക് ലിസ്റ്റിൽ 3-ാം റാങ്ക് ഹോൾഡറാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒരു ബിടെക് ഇലക്ട്രോണിക്സ് ബിരുദധാരിയാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമൺ കൊല്ലത്ത് നിന്ന് ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പാസ് ഔട്ടായി. പിന്നെ അതിനുശേഷം കുസാറ്റിൽ നിന്ന് MTech ഇലക്ട്രോണിക്സും പാസ് ഔട്ടായി 2014. അതിനുശേഷം ടെക്നിക്കൽ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നതിനിടയിലാണ് നമ്മുടെ IOയിൽ 3-ാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ടെക്നിക്കൽ പരീക്ഷകൾക്കായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ടെക്നിക്കൽ പരീക്ഷ, അതായത് ബിടെക് അല്ലെങ്കിൽ MTech ലെവലിലുള്ള ഏതെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് ഇലക്ട്രോണിക്സ് തന്നെ ആണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ IO എന്ന് പറയുന്ന പരീക്ഷ നേരത്തെ എനിക്കതിനെക്കുറിച്ച് അറിയാമായിരുന്നു. കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ IO പോസ്റ്റിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ IO പോസ്റ്റ് നോട്ടിഫൈ ചെയ്തപ്പോൾ തന്നെ അതിനെ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും മറ്റു എക്സാമുകൾക്കൊണ്ട് തയ്യാറെടുക്കുന്നതിനിടയിൽ അവസാനത്തെ ഒരു 2-2.5 മാസത്തെ കൃത്യമായ പ്രിപ്പറേഷനിലൂടെയാണ് ഞാൻ ഈ IO എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്തത്. അപ്പോൾ ഈ IO എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മുടെ ബേസിക് എഞ്ചിനീയറിങ്ങിലെ എല്ലാ സബ്ജക്റ്റും ചേർന്ന ഒരു എക്സാമാണ് ഈ IO എക്സാം. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ അത് അടുത്ത് വരുന്ന ഇലക്ട്രിക്കൽ, അതുപോലെ കമ്പ്യൂട്ടർ പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടായി തോന്നിയ മറ്റ് സബ്ജക്റ്റുകളെന്ന് പറഞ്ഞാൽ നമുക്കധികം ടച്ചില്ലാത്ത മെക്കാനിക്കൽ സിവിൽ പോലുള്ള സബ്ജക്റ്റുകളായിരുന്നു. അപ്പോൾ മെക്കാനിക്കൽ സിവിൽ പോലുള്ള സബ്ജക്റ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ കൂടുതൽ സമയം കൊടുക്കുകയും ബാക്കിയുള്ള സബ്ജക്റ്റ് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ആയിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി. ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ സിലബസ് കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതാണ്. സിലബസ് നോക്കിക്കഴിഞ്ഞതിന് ശേഷം സിലബസിൽ ആവശ്യമുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുക. അതിനകത്ത് വേണ്ട കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇതായിരുന്നു എൻ്റെ IOയ്ക്കുള്ള 2.5 മാസത്തെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി. ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചിലവഴിച്ചത് മെക്കാനിക്കൽ സിവിൽ പോലുള്ള ടോപ്പിക്കുകൾ, കാരണം അതിൻ്റെ വീക്ക് പോയിൻ്റ് ആയിരുന്നു. ആ വീക്ക് പോയിൻ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഞാൻ നടത്തിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് ബിടെക് പാസ് ഔട്ടായി വരുന്നുണ്ട്. അപ്പം കുറേയധികം ടെക്നിക്കൽ എക്സാമുകളുണ്ട്. അപ്പോൾ ഈ ടെക്നിക്കൽ എക്സാമുകൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് തലത്തിലും സംസ്ഥാന ഗവൺമെൻറ് തലത്തിൽ PSC തലത്തിലും മറ്റും പലതരം ടെക്നിക്കൽ എക്സാമുകളുണ്ട്. അപ്പോൾ ഈ ടെക്നിക്കൽ എക്സാമുകൾ ക്രാക്ക് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പം. കാരണം നമുക്ക് ആ സബ്ജക്റ്റിലൊരു ഒരു ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കൽ എക്സാം. കാരണം നമുക്കൊരു സിലബസ്, ഒരു പ്രത്യേക ഒരു സിലബസ്, അതിനകത്തൊരു പറയുന്നൊരു സിലബസ് കാണും. ആ സിലബസിനനുസരിച്ചുള്ള പഠനം, ആ ഒരു ഇൻഡെപ്തോ ആ എക്സാമിനനുസരിച്ച് ഇൻഡെപ്തായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള പഠനം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെക്നിക്കൽ PSC പഠിക്കാൻ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ്. നോൺ ടെക്നിക്കൽ PSC എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിലബസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വൈഡായിട്ട് പഠിക്കേണ്ടി വരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടെക്നിക്കൽ PSC പഠിക്കുന്നതാണ് ഈ ബിടെക് ബിരുദാനിക്കും ബാക്കി ബിടെക് MTech കഴിഞ്ഞിട്ടുള്ളവർക്ക് കൂടുതൽ നല്ലത്. കാരണം ഒരു സിലബസിനകത്ത് നിന്ന് നമുക്ക് പഠിക്കാനും കഴിയും. കൃത്യമായ കുറേ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്താൽ അത് കൃത്യമായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം എൻ്റെ ഒരു പഠന രീതി, ഞാനും ടെക്നിക്കൽ PSCക്ക് മാത്രമേ ഇങ്ങനെ ശ്രമിച്ചിട്ടുള്ളൂ. ആ രീതി വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ടെക്നിക്കൽ PSC ആണ് എനിക്ക് കുറേയും കൂടെ എളുപ്പമായി തോന്നി. അപ്പോൾ ഈ IO എക്സാമിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, എല്ലാവർക്കും ഒരു ഈവൻ പ്ലേ ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഒരാൾക്കും പ്രത്യേക അഡ്വാൻറ്റേജ് അതിനകത്തില്ല. കാരണം ഇത്രയും പല എഞ്ചിനീയറിംഗ് സ്ട്രീം വരുന്നുണ്ട്. ഇപ്പോൾ മെക്കാനിക്കൽ പഠിച്ച ഒരാൾക്ക് മെക്കാനിക്കൽ കുറേ അറിയാമെന്നുണ്ടെങ്കിൽ സിവിലും ബാക്കിയുള്ള സബ്ജക്റ്റും അറിയണമെന്നില്ല. അപ്പോൾ ഓരോന്നും കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ IO എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോണിക്സ് എനിക്ക് അത്യാവശ്യം ടച്ചിൽ നിൽക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള എനിക്ക് പഠിക്കാൻ എളുപ്പമുള്ള സബ്ജക്റ്റുകളായിരുന്നു. ഒന്ന് ഇലക്ട്രിക്കലും, മറ്റൊന്ന് കമ്പ്യൂട്ടറിൻ്റെയും സിലബസ് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പോലുള്ള സബ്ജക്റ്റുകളുടെ കുറേ ഓവർലാപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് അതും എളുപ്പമുണ്ട്. പിന്നുണ്ടായിരുന്ന സബ്ജക്റ്റാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. ആ ഒരു പേപ്പറുണ്ട്, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് പോലൊരു പേപ്പറുണ്ട്. ആ മാനേജ്മെൻറ്റ് പേപ്പർ നമുക്ക് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ്, ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. കാരണം നമുക്ക് ബിടെക്കിൽ തന്നെ IOM എന്ന് പറയുന്ന പേപ്പറുണ്ട്, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അതിൻ്റെ പുസ്തകങ്ങൾ റെഫർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ടെക്നിക്കൽ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ഈ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി വരുമ്പോഴത്തേക്ക് ആ ഒരു കാര്യങ്ങൾ, ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എക്സാമിൻ്റെ ചില ചോദ്യങ്ങൾ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് നേരിട്ട വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ മെക്കാനിക്കലും സിവിലും സബ്ജക്റ്റാണ്. സിവിൽ പിന്നെയും നമുക്ക് എളുപ്പമാണ്. ഈ സിവിലിൻ്റെ പ്രിപ്പറേഷനായിട്ട് ഞാൻ ചെയ്തത്
കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ്, പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ്, അതൊക്കെ ടോപ്പിക്ക് പഠിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്തത്. മെക്കാനിക്കലും ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പലയിടത്തുനിന്നും കളക്ട് ചെയ്തു. പിന്നെ നമുക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ, മെക്കാനിക്കലിൽ നമുക്കൊരു ടോപ്പിക്ക് വായിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യം നമുക്ക് പെട്ടെന്ന് യൂട്യൂബ് വീഡിയോസ്, ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ട്, അതൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസ്, യൂട്യൂബ് വീഡിയോസ്, പിന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ട്, ഇതാണ് മെയിനായിട്ട്. കുർമി എന്നൊക്കെ പറഞ്ഞ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മെക്കാനിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുകൂടെയൊക്കെ വായിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഈ IO എക്സാമിന് ഡെപ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, IO എക്സാമിന് നമ്മൾ സിലബസ് മൊത്തം കവർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കഴിഞ്ഞ തവണ എക്സാം നടന്നപ്പോൾ തന്നെ, കഴിഞ്ഞ എക്സാം എഴുതിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് ഒട്ടുമിക്ക എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യപേപ്പറിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പരമാവധി എല്ലാ ടോപ്പിക്കിൻ്റെയും ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച്, ഒരുപാട് അങ്ങ് ഡെപ്തിൽ പോകണ്ട, എന്നാലും അത്യാവശ്യം ഫണ്ടമെൻ്റലായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഈ IO ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു സക്സസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് അങ്ങ് ഡെപ്തിൽ പോകണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ മൊത്തം ടോപ്പിക്കും കവർ ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ IOയുടെ പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു. അപ്പോൾ പുതിയതായിട്ട് ഈ IOയിലേക്ക് വന്നിട്ടുള്ള, അപ്പോൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്ത് ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏറ്റവും ഉടൻ തന്നെ പഠനം ആരംഭിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് സിലബസ് എടുക്കുക. സിലബസ് എടുത്തിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള സോഴ്സുകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക. പ്ലാൻ ഉണ്ടാക്കി ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് IOയുടെ ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്, നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ. നിങ്ങൾ ചിലപ്പോൾ പഠിച്ച BTech സബ്ജക്റ്റ് നിങ്ങൾക്ക് സ്ട്രോങ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ അത് കുറച്ച് സമയം പഠിച്ചുകൊണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. പലയിടത്തും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കും നമ്മുടെ സ്ട്രീമിൻ്റെ കുറേ പഠിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ 1-2 സ്ട്രീം കൂടെ പഠിച്ചിട്ട് പോയാൽ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷേ അതത്ര എളുപ്പമല്ല. നിങ്ങളെല്ലാം കൃത്യമായിട്ട് കവർ ചെയ്താൽ മാത്രമേ ഈ IO പോലുള്ള എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ IOയുടെ ഒരു പ്രസക്തി. അതാണ് എല്ലാവർക്കും ഒരു ഈവൻ പ്ലേ ഗ്രൗണ്ട്, നേരത്തെ പറഞ്ഞുകൊണ്ട് ഈവൻ പ്ലേ ഗ്രൗണ്ടാണ്. ആർക്കും ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് ഈ IO എക്സാമിന് ഇല്ല എന്നുള്ളതാണ്. സംബന്ധിച്ചിടത്തോളം ഞാൻ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടാണ്, ഞാൻ കൂടുതലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ബേസ്ഡ് എക്സാമൊക്കെയാണ്. അപ്പോൾ എനിക്ക് അത് പഠിച്ചുകൊണ്ട് എനിക്ക് അതിന് അങ്ങനെയുള്ള എക്സാം വരുമ്പോൾ അധികം കോച്ചിങ്ങിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഈ IO പോലുള്ള ഒരു എക്സാം ആകുമ്പോൾ അതിനകത്ത് നമ്മൾ ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രിക്കലുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, മെക്കാനിക്കലുണ്ട്, സിവിലുണ്ട്, പിന്നെ മാനേജ്മെൻറ്റ് പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഒരാളെ കൊണ്ട് മൊത്തം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ തൊട്ട് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ എനിക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ മാനേജ്മെൻറ്റ് പേപ്പറും കുറേയൊക്കെ തന്നെ വായിച്ചാൽ മനസ്സിലാവും. അപ്പം ബാക്കിയുള്ള സബ്ജക്റ്റ് സിവിലിനും മെക്കാനിക്കലും എനിക്ക് സ്റ്റഡി മെറ്റീരിയൽ അതുപോലെ തന്നെ സപ്പോർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഈ കൺസെപ്റ്റ്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, നമുക്കൊരു കാര്യത്തിൻ്റെ ബേസിക് കൺസെപ്റ്റിൽ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് അറിയാൻ മാത്രമേ പല ക്വസ്റ്റിനും ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് എക്സാമും അങ്ങനെ തന്നെയാണ്. കുറേ കാര്യം നമ്മൾ കാണാതെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ അത്രയും നിൽക്കത്തില്ല. അപ്പോൾ ആ ഒരു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ ഞാൻ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കോച്ചിങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, തുടക്കക്കാരൻ എന്നുള്ളതിൽ ഒരു ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ കോച്ചിങ് സജസ്റ്റ് ചെയ്യും. കാരണം കോച്ചിങ് ആണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെ സ്ട്രീം ലൈൻ ചെയ്ത് ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എത്ര ഡെപ്ത് വരെ പോകണം, ആ കാര്യങ്ങളൊക്കെ കോച്ചിങ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് അവർ പ്രാക്ടീസ് ചെയ്യിക്കും. നമുക്ക് PSC നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അവർ കുറേ ക്വസ്റ്റ്യൻസ്, കുറേ ഷോർട്ട് കട്ടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോച്ചിങ് വളരെയധികം ഉപയോഗപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. പിന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ റഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിംഗിൾ റഫറൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ സബ്ജക്റ്റ് വൈസ് ഞാൻ പറയാം. ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നമുക്ക് തെരേജയുടെ ബേസിക് ഇലക്ട്രിക്കലിൻ്റെ പാർട്ട് 1 and 2. അപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാടുപെട്ട ടോപ്പിക്കുകളൊക്കെ ഇതിൻ്റെ സിലബസിലെ ടോപ്പിക്കെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സിന് ഞാൻ അധികം ടെക്സ്റ്റ് റെഫർ ചെയ്യില്ല, കാരണം എനിക്കത് സ്ട്രോങ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിന് നിങ്ങൾക്ക് ഫണ്ടമെൻ്റലായിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകൾ, നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം റെഫർ ചെയ്താൽ മതിയാകും. പിന്നെ ഓൺലൈനായിട്ട് ക്വസ്റ്റ്യൻസും ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രീവിയസ്, എല്ലാ കേസിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രീവിയസ് PSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടേ പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് സിവിലിന് ഞാൻ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ടെക്സ്റ്റ്,
ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓതറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ KTUവിനൊക്കെ യൂസ് ചെയ്യുന്ന ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ടെസ്റ്റാണ് ഞാൻ അന്ന് യൂസ് ചെയ്തത്. അതുകൂടാതെ കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസും ഉണ്ടായിരുന്നു. എക്സ്ട്രാ ടോപ്പിക്സുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അഡ്വാൻസ് ടോപ്പിക്കുകൾ, GIS ആ റേഞ്ചിലുള്ള ടോപ്പിക്കുകൾ, പിന്നെ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉണ്ട്, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിനൊക്കെ വേറെ സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് കൂടുതൽ തെർമോഡൈനാമിക്സ്, റെഫ്രിജറേഷൻ അതുപോലുള്ള ടോപ്പിക്കിനൊക്കെ ഞാൻ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ബെഞ്ചമിൻ സാറിൻ്റെ ടെക്സ്റ്റ് അതൊക്കെ ആയിരുന്നു പ്രിഫർ ചെയ്തത്. പിന്നെ അല്ലാത്ത കുറച്ച് ടോപ്പിക്കുകളുണ്ടായിരുന്നു. അതിനും കുറച്ച് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് റെഫർ ചെയ്തു. എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ PSC ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുക. അതിൻ്റെ ബാക്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് നോക്കുക. അതൊക്കെയാണ് എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. IO എന്ന പോസ്റ്റിനെ കുറിച്ച്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെ വ്യവസായ വികസന ഓഫീസർ, എനിക്ക് തോന്നുന്നു വളരെ രസകരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു വകുപ്പുകളിൽ ഒന്നാണ് വ്യവസായ വകുപ്പ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു വ്യവസായത്തിന് വേണ്ടി ഒരാളെ തേടി വന്നു കഴിഞ്ഞാൽ അയാളുടെ പുറകിൽ നടന്ന് നമ്മൾ ആ കാര്യം ചെയ്തു കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ഓഫീസർമാരുള്ള ഒരു വകുപ്പാണ് ഈ വ്യവസായ വകുപ്പ്. അതിലെ ഒരു പ്രസ്റ്റീജിയസ് പോസ്റ്റാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ജോലിപരമായിട്ട് 2 ഡിവിഷനായിട്ട് എനിക്ക് തിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ബ്ലോക്ക് തലത്തിലുള്ള വർക്കും ഉണ്ട്, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള വർക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരംഭം തുടങ്ങാൻ, ഒരു പുതിയൊരു വ്യവസായം തുടങ്ങാൻ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അയാളെ ആദ്യാവസാനം കൈത്താങ്ങേകി അയാളുടെ വ്യവസായം തുടങ്ങുന്നിടം വരെയുള്ള എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാ അസിസ്റ്റൻസും ചെയ്തു കൊടുക്കും. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും വലിയ ഇതിൻ്റെ ജോലിയുടെ ഒരു ഫ്രീഡമാണ്. നമുക്ക് കൂടുതലും ഫീൽഡ് വർക്കുകളാണ്. ഫീൽഡ് വർക്കാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഫീൽഡിൽ പോയി പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റും, പുതിയ ഫാക്ടറീസ് കാണാൻ പറ്റും, അവിടെ മെഷീനറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഒരാൾ എങ്ങനെയാണ് സംരംഭം വിജയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സംരംഭം പരാജയപ്പെടുന്നത് എങ്ങനെയാണ്, കേരളത്തിൽ എന്തൊക്കെ സംരംഭങ്ങളുണ്ട്, ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു അനുഭവം സമ്പത്ത് തരുന്നൊരു നല്ലൊരു ജോലിയാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ. പിന്നെ ബ്ലോക്ക് തലത്തിൽ പ്രാദേശിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളും ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ നമ്മുടെ ഒരുപാട് ക്വാളിറ്റീസ്, നമുക്ക് ഒരുപാട് കോണ്ടാക്റ്റുകൾ കിട്ടും ഈ ജോലിയെ കൊണ്ട്, ഒരുപാട് കോണ്ടാക്റ്റുകൾ കിട്ടും. അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഒരു സന്തോഷം നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു സംരംഭം തുടങ്ങുന്നത് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ നമുക്കും അത്രയും സപ്പോർട്ടീവ് ആയിരിക്കും. അതാണ് ഈ IO ജോലിയുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ സാധ്യതയും വളരെ കൂടുതലാണ്. IO ആവുന്ന ഒരാൾക്ക് ഫൈനലി ഒരു ചെറിയ പ്രായത്തിൽ IO ആവുന്ന ഒരാൾക്ക് അവസാനം ജനറൽ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിൽ നിന്നായിരിക്കും മിക്കവാറും വിരമിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും വലിയൊരു റെസ്പോൺസിബിൾ പോസ്റ്റ് വരെ പോകാനുള്ള ഒരു സാധ്യതയും IO പോസ്റ്റിന് ഉണ്ട്. ഈ IO ജോലിയുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ജോലിയുടെ ഒരു സ്റ്റൈല് തന്നെയാണ്. ആ ജോലിയുടെ ഫ്രീഡം, ജോലിയുടെ നമ്മുടെ ഒരു അനുഭവം, നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, നമുക്ക് കിട്ടുന്ന ആൾക്കാരിൽ നിന്നുള്ള ഒരു സ്നേഹം, ഇതാണ് ഏറ്റവും വലിയ ഒരു മോട്ടിവേഷനായിട്ട് എനിക്ക് തോന്നുന്നു ഈ IO ജോലിയിലേക്ക് നിങ്ങൾക്ക് വരാനുള്ളൂ. പിന്നെ പ്രിപ്പറേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അവസാനത്തെ 2.5 മാസമുള്ള കൃത്യമായ പഠനമാണ്, ചിട്ടയായ പഠനത്തിലൂടെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. ചിട്ടയായ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6-7 മണിക്കൂർ ഇതിനായിട്ട് തന്നെ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ വീക്ക് പോയിന്റുകളിൽ ഞാൻ കൂടുതൽ വർക്കൗട്ട് ചെയ്യും, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. നമുക്ക് വേണ്ട ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചില 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അങ്ങനെ മാറ്റി എഴുതി വെക്കുകയും മറ്റുമാണ് ഞാൻ അന്നേരം ചെയ്തത്. എൻ്റെ ഒരു ഇതിൽ തയ്യാറെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കല്ല ഉദ്യോഗാർത്ഥികൾക്കുള്ള എൻ്റെ ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ, ഏറ്റവും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ്, ആർക്കും ഒരു അഡ്വാൻറ്റേജും ഇല്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു സെൻറ്ററിൽ സമീപിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പഠിച്ചു തുടങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് ഈ എക്സാമിൻ്റെ അല്ലെങ്കിൽ ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മെക്കാനിക്കൽ പഠിച്ച ഒരാൾക്ക് ഒരിക്കലും ഇലക്ട്രോണിക്സ് അസാധ്യമൊന്നുമല്ല. ഒരു കൃത്യമായ പഠനത്തിലുള്ള ഇതിനകത്തൊക്കെ ഒരു ചെറിയ ടോപ്പിക്കുകളുണ്ട്, അത് കൃത്യമായി കവർ ചെയ്ത് അത് കൃത്യമായിട്ട് പഠിച്ച് അതിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. നിങ്ങൾ കൃത്യമായിട്ടൊരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓരോ സബ്ജക്റ്റിനും അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ എപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബുക്കിനകത്ത് എല്ലാം വരുന്ന രീതിയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക. ഒബ്ജക്റ്റീവായിട്ടുള്ള ചില പോയിൻറ്റ്സുകളാണ്, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതുപോലെ ചിട്ടയായ ഒരു പഠനം നടത്തുക. എന്നിട്ട് കൃത്യമായ റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പം 6-7 മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൂടുതൽ സമയം റിവിഷനും ക്വസ്റ്റ്യൻസും, ഒരു 2 മണിക്കൂറോളം ക്വസ്റ്റ്യൻസിനും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇത് എളുപ്പം നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഒരു
പോസ്റ്റാണ് ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഈ IU എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ആദ്യം തന്നെ ഞാൻ ബെസ്റ്റ് വിഷ് പറയുകയാണ്. ചിട്ടയ പഠനത്തിലൂടെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ കഴിയും. അത് എൻ്റെ ഉറപ്പാണ്. കാരണം ഞാനത് ചെയ്തെടുത്തതാണ്. അത് നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിൻ്റെ പഠനം ആരംഭിക്കുക. ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഈ IU എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്.